മുണ്ടക്കൈ ദുരന്തത്തിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ പ്രവാസികളും. പ്രിയപ്പെട്ട നൂറുകണക്കിന് പേരെയാണ് ഇവർക്ക് നഷ്ടമായത്. വേദനയ്ക്കിടയിലും തങ്ങളുടെ നാടിനു വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. വീട് നഷ്ടപ്പെട്ടവർക്കായി 1 വർഷത്തെ താമസ സൗകര്യമടക്കം ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ദുബായിൽ നിന്നും ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ വേദനയിലാണ് ഒരു കൂട്ടം പ്രവാസികൾ. ഇവർക്ക് ഇവരുടെ പ്രിയപ്പെട്ട നിരവധി പേരെയാണ് ഉരുൾപൊട്ടലിൽ നഷ്ടമായത്. ഈ അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് എന്ന് വെച്ചാൽ ഈ ചൂരൽമല എന്ന് പറയുന്ന ടൗണിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രമാണ് ഞങ്ങളുടെ വീടുള്ളത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ആദ്യ ചളിയും വെള്ളമൊക്കെ വന്ന് നിറഞ്ഞ സമയത്ത് എല്ലാവരും അലേർട്ടായി. ഞങ്ങൾ ഇവിടെ നിന്ന് കുടുംബത്തിനെ വിളിച്ച് മാറി താമസിക്കാൻ വേണ്ടി പറയുകയും ഒക്കെ എല്ലാം ചെയ്ത്. പക്ഷേ ഇത് അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന കുറേ ആളുകളാണ് തീർച്ചയായിട്ടും ഇതിൽ പെട്ടിട്ടുള്ളത്. അത് കുടുംബത്തിൽ 15 പേര് 14 പേരുള്ള കുടുംബം അങ്ങനെ തന്നെയാണ്. അത് അതിലൊരാൾ പോലും ബാക്കിയാവാത്ത രൂപത്തിലാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അയൽവാസികൾക്ക് ഇന്ന ആൾ മിസ്സിങ് ആയിട്ടുണ്ട് എന്ന് പറയാൻ അയൽവാസികൾ പോലും ഇല്ല. അത്രയും അടുത്തടുത്തുള്ള വീടുകളെല്ലാം എല്ലാവരും പോയതുകൊണ്ട് ആരൊക്കെയാണ് മിസ്സായിട്ടുള്ളതെന്ന് ആർക്കും അറിയുന്നില്ല. ഇപ്പോൾ ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ അവിടുത്തെ കൺട്രോൾ സെൻറ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ലിസ്റ്റിലും അവിടെ റെസിഡൻസ് അസോസിയേഷനിലൊക്കെ ലിസ്റ്റ് പ്രകാരം ഇന്ന കുടുംബമുണ്ട്, ഇന്ന ആളുകളുണ്ട് എന്നൊക്കെ. അപ്പോൾ അവർ ആ ലിസ്റ്റ് പ്രകാരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ക്യാമ്പിൽ ഇവർ ജീവിച്ചിരിപ്പുണ്ടോ, അതല്ലെങ്കിൽ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷേ നിലവിൽ ബോഡി പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കുറേ ബോഡി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ മേപ്പാടി CHCയിൽ ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്, അതുപോലെ വിംസ് ഹോസ്പിറ്റലിലും. അപ്പോൾ പലരുടെയും ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ശ്രീനിയേട്ടൻ. ശ്രീനിയേട്ടൻ്റെ ബോഡി കിട്ടിയപ്പോൾ അവരെ കയ്യിലൊരു മോതിരം മാത്രമാണ് ഉള്ളത്, ലത എന്ന് എഴുതിയിട്ടുള്ളൊരു മോതിരം. അത് വെച്ചിട്ടാണ് ശ്രീനിയേട്ടൻ്റെ ബോഡിയാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് വൈകാരികമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഒരുമിച്ച് പഠിച്ച് കടിച്ചു വളർന്നവരില്ലാത്ത നാട്ടിലേക്ക് എങ്ങനെ ഇനി തിരികെ എത്തുമെന്ന വേദനയിലാണിവർ. പ്രിയപ്പെട്ട ഒരുപാട് ഇപ്പോൾ മുൻപ് പറഞ്ഞ പോലെ ഞങ്ങൾ കൂടെ കളിച്ച് വളർന്ന് സംഘടനാപരമായിട്ടും അതല്ലാതെയും ഞങ്ങളെ നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസം മറന്ന് എല്ലാവരും ഒന്നിച്ച് എല്ലാ രീതിയിലും സങ്കടത്തിലും സഹതാപത്തിലും എല്ലാവരും ഒന്നിച്ച് ഇടുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശവാസികളാണ് ചൂരൽമലയും മുണ്ടക്കൈയും പുത്തുമലയും അട്ടമലയും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായി വളരെയധികം പ്രയാസമുണ്ട്. ഇനി ഇവിടെ നിന്ന് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഓരോ മേഖലയും ഞങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം ഇനി 0 മുതൽ തുടങ്ങും. കാരണം അവരുടെ എല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാമായ ഒരു പാർപ്പിടം പോലും എല്ലാം തുടച്ചു നീക്കി, ജീവനടക്കം തുടച്ചു നീക്കി പോയിരിക്കുകയാണ്. ഇപ്പോൾ മീഡിയകളൊക്കെ പറയുന്നത് വളരെ 200, 300, 350 ആളുകൾ ആണ് എന്ന് പറയും. പക്ഷേ ഞങ്ങൾ മനസ്സിപ്പോഴും പറയുന്ന 1000-ൽ കൂടുതൽ ആളുകൾ ഇപ്പോഴും മണ്ണിൻ്റെ അടിയിലാണ്. കാരണം അത്രയും ആളുകൾ ഈ 2 മണിക്കോ 3 മണിക്കോ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. ഒരു കാരണവശാലും തന്നെ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ മണ്ണിൻ്റെ അടിയിലാണ് എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഉരുൾപൊട്ടലുകൾ വേദന സമ്മാനിക്കുകയാണ് പുത്തുമല ഉരുൾപൊട്ടൽ അതിജീവിച്ച ഫസലിന്. നമുക്ക് ഇങ്ങനെ പൊട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഇതേപോലെ അനുഭവിച്ചതാണ്. രാത്രി പൊട്ടിയപ്പോൾ ഓടി മലമുകളിലേക്ക് കയറുകയും ഓടി രക്ഷപ്പെട്ടവരുമാണ്. ഈ പറഞ്ഞ ചൂരൽമലയിലും മുണ്ടക്കായലുമുള്ള ആളുകൾ തന്നെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നതും ഓടി നടന്നതും. ഭക്ഷണമാണെങ്കിലും വീട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നവർ തന്നെയാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. തീർച്ചയായും നമുക്ക് അതിൻ്റെ ആ ഒരു അഗാധം നമുക്ക് മനസ്സിലാവും. പിന്നെ എൻ്റെ കൂടെ പഠിച്ച പലരും ഇതിൽപ്പെട്ടിട്ടുണ്ട്. കുടുംബം അവരെ ബോഡി കിട്ടിയിട്ടില്ല, കുടുംബം അടക്കി ഇതിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഈ വിഷമത്തിൽ ഒന്നും ചെയ്യാറുള്ളൂ.
വേദനയിൽ നിന്ന് മുക്തരായി അവർക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം എത്തിക്കാനുള്ള ശ്രമത്തിലാണിവർ. ഞങ്ങളിപ്പോൾ ഒരു GCC ലെവലിലും അതുപോലെ ഞങ്ങൾ NRIസിൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങളിങ്ങനെ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പുത്തുമലയിൽ സംഭവിച്ചപ്പോൾ എയ്ഡ് ഫൗണ്ടേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു NGO ഉണ്ട്. ആ NGOയുടെ കീഴിലായിട്ട് ഇവർക്ക് വേണ്ട പുനരധിവാസമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇവർക്ക് ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും ഇഷ്ടം പോലെ NGOകളും സംഘടനകളൊക്കെ ഇപ്പോൾ നിലവിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞൊരു മാസം കഴിയുമ്പോൾ ഇവരൊക്കെ ക്യാമ്പിൽ നിന്ന് മാറ്റി സ്കൂളുകളൊക്കെ കാലിയാക്കേണ്ട സമയത്തേക്ക് അവർക്ക് വേണ്ട താമസം ഒരുക്കുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ട ഫണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെല്ലാം വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾ UAE ലെവലിൽ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി സഹകരിക്കാൻ കഴിയുന്ന ആളുകളുടെ എല്ലാവരെയും സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 8000-ൽ അധികം പേര് ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിലുണ്ട്. അവർക്ക് ഇനിയുള്ള ജീവിതം സീറോയിൽ നിന്ന് തുടങ്ങണം. അവരെ പുനരധിവസിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ദൗത്യം. അതിന് എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ സർക്കാർ ഭാഗത്തിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ GCCയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ഞങ്ങൾ എന്ത് വേണമെങ്കിലും സാമ്പത്തികമായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങളെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദനയിലും തങ്ങളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്ന ദൃഢപ്രതിജ്ഞയിലാണിവർ. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.